കൊച്ചി മറൈൻ ഡ്രൈവിലെ കിടിലൻ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊച്ചിയിലെത്തുന്നവർ മിസ് ചെയ്യാതെ പോകേണ്ട ഒരു സ്ഥലമാണ് മറൈൻ ഡ്രൈവ്. പിന്നെ മറൈൻ ഡ്രൈവിലുള്ള ബോട്ടിംഗ്. മറൈൻ ഡ്രൈവിലെ ഈ ഒരു ബോട്ടിംഗ് നമ്മുടെ ലൈഫിൽ എന്തായാലും മറക്കാനാവാത്തൊരു എക്സ്പീരിയൻസ് തന്നെ. കൊച്ചിയിലെത്തുന്ന ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ് മറൈൻ ഡ്രൈവിൽ എന്താണ് കാണാനുള്ളതെന്ന്. അപ്പം അവർക്കുള്ള ഒരു വീഡിയോ ആണിത്. മറൈൻ ഡ്രൈവിൽ ഏറ്റവും മനോഹരമായിട്ടുള്ളത് ആ ഒരു ബോട്ടിംഗ് തന്നെയാണ്. 100 രൂപയിൽ തുടങ്ങി പല റേറ്റിലും നിങ്ങൾക്ക് ഇവിടെ ബോട്ട് യാത്ര ചെയ്യാവുന്നതാണ്. 100 രൂപയുടെ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ബോൾഗാട്ടി പാലസ് ഉൾപ്പെടെ അരമണിക്കൂർ സമുദ്രയാത്രയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പല റേറ്റിലും ഇവിടെ ബോട്ടിംഗ് സർവീസ് അവൈലബിൾ ആണ്. ഓരോ ബോട്ടിൻ്റെയും പിന്നെ എത്ര മണിക്കൂർ സമുദ്രയാത്ര ചെയ്യുന്നു ഇതൊക്കെ കണക്കിലെടുത്തിട്ടാണ് അവർ ബോട്ടിൻ്റെ ചാർജ് വാങ്ങുന്നത്. മറൈൻ ഡ്രൈവിൽ കണ്ട വേറൊരു മനോഹരമായ കാഴ്ചയാണിത്. അങ്ങനെ ഇതാ നമ്മളുടെ ഏറ്റവും മനോഹരമായ സമുദ്രയാത്രയിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പം നമ്മൾ ചൂസ് ചെയ്തത് 300 രൂപയുടെ 2 മണിക്കൂറത്തെ മ്യൂസിക്കൽ ബോട്ടിംഗ് ആണ്. അങ്ങനെ ഇതാ നമ്മൾ ബോട്ടിലേക്ക് കയറുകയാണ്. താഴത്തെ ഫ്ലോർ AC ആണ്. നല്ല ചൂടായതുകൊണ്ടും മുകളിൽ നല്ല തിരക്കായതുകൊണ്ടും പിന്നെ ഞങ്ങൾക്ക് സൈഡ് സീറ്റ് കിട്ടാത്തതുകൊണ്ടും ഞങ്ങൾ താഴേക്ക് വന്നു. ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു യാത്ര തന്നെയായിരുന്നു. ബോൾഗാട്ടി പാലസ്, മറീന, പിന്നെ പായ്ക്കപ്പൽ കാണാം, ലുലുവിൻ്റെ കൺവെൻഷൻ സെൻറ്റർ, ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടൽ, ഇങ്ങനെ ഒരുപാട് മനോഹര കാഴ്ചകൾ കണ്ട് നമുക്ക് ആസ്വദിച്ച് പോവാം. ഇവിടെ 3 പാലങ്ങളാണ് ഗോശ്രീ പാലം എന്നറിയപ്പെടുന്നത്. ആദ്യത്തെ പാലം എറണാകുളത്ത് നിന്നും ബോൾഗാട്ടിയിൽ നിന്നും നേരെ വല്ലാർപാടം, മൂന്നാമത്തത് വല്ലാർപാടം ആയതിൽ നിന്നും നേരെ വൈപ്പിൻ ആയത്. കാണുന്ന ടെർമിനൽ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഇന്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ, DP വേൾഡ് എന്ന് പറയും, ദുബായ് പോർട്ട് വേൾഡ്. ഇത് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിന്റെ പ്രോപ്പർട്ടിയാണ്. കൊച്ചിൻ പോർട്ട് ഇത് 30 വർഷത്തേക്ക് വേണ്ടി ദുബായ് പോർട്ടിന് ലീസിന് കൊടുത്തിരിക്കുന്നതാണ്. കണ്ടെയ്നർ കൊണ്ടുവരുന്ന എല്ലാ കപ്പലുകളും ഇവിടെയാണ് വരുന്നത്. ഇപ്പൊ ഏകദേശം ഒരു 20 വർഷത്തോളം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഒരു 10 വർഷം കൂടി ബാക്കിയുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മുടെ കൊച്ചിൻ പോർട്ടിന്റെ സ്വന്തമാവും. അതായത് വേമ്പനാട് കായലും പെരിയാർ നദിയും അറബിക്കടലിലും വന്ന് ചേരുന്നവരെയാണ്. ഇവിടുന്ന് ശരിക്കും അറബിക്കടലാണ്. അങ്ങോട്ട് जहाँ पे वेम्बनाड लेक और पेरियार रिवर जो है अरब महासमुद्र से आके जुड़ता है.
നീളം കൂടിയ ദ്വീപ് എന്നറിയപ്പെടുന്ന ദ്വീപാണ് ഈ കാണുന്ന വൈപ്പിൻ. പിന്നെ ഈ കാണുന്ന വലകളാണ് ചീനവല, ചൈനീസ് ഫിഷിംഗ് നെറ്റ്. ഇത് ഡോൾഫിൻ ഏരിയയൊക്കെയാണ്. ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഡോൾഫിൻ. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഫോർട്ട് കൊച്ചി. സെന്റ് ഫ്രാൻസിസ് ചർച്ചിലാണ് വാസ്കോ ഡ ഗാമയെ അടക്കം ചെയ്തിട്ടുള്ള സ്ഥലം. അത് കാരണമാണ് അത് വാസ്കോ ഡ ഗാമ ചർച്ചിനെ കൂടെ അറിയപ്പെടുന്നത്. പക്ഷെ അദ്ദേഹത്തിന് റിമൈൻസ് ഒന്നും ഇപ്പോൾ ഇവിടെയില്ല കേട്ടോ. അതെല്ലാം ഇവിടെ നിന്നും ലിസ്ബണിലോട്ട് കൊണ്ടുപോയി. പോർച്ചുഗലിന്റെ തലസ്ഥാനമാണ് പറയുന്ന ലിസ്ബൺ. और ये जो आप देख रहे हैं ना लेफ्ट साइड वो है फोर्ट कोची, जहाँ पे हमारा इंडिया का जो है सबसे 30 പേര് കണ്ണൂരിൽ വന്നിട്ടുണ്ട്. ഈ വന്നിട്ടുള്ള കണ്ണൂര് വാ മക്കളെ വാ, ഇത്തിരി ആടണ്ട നമുക്ക്. പിന്നെ കടലൊക്കെ ആസ്വദിക്കണ്ടേ. ഇനി അവിടെ ബാഗിലുണ്ടല്ലോ കുട്ടികളെ, കണ്ണൂരിലെ കുട്ടികൾ. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ കണ്ണൂരിൽ നിന്ന് വന്നിട്ടുള്ള കുട്ടികളുടെ എണ്ണം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് വേറെ ഒന്നുമില്ല. അപ്പൊ കുട്ടികളൊക്കെ ഇങ്ങ് വന്നേ, എണ്ണം എടുക്കട്ടെ. അതിന് ഫസ്റ്റ് ഗേറ്റ് നോക്കിയാ കല്ലോലിനിയുടെ മാറി പോയി കഥകൾ പറഞ്ഞിടാം, കളികൾ പറഞ്ഞിടാം, ഹൃദയം മറന്നിടാം, ശശികൃത വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ഫ്രം ലുബ്ന ഷാനിബ്.